ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ച് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് പോലും വേണ്ട. അതുപോലെ തന്നെ പച്ചക്കറി കഷ്ണങ്ങളൊന്നും തന്നെ വേണ്ട. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ചെറുതായിട്ട് കട്ടകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഇതുപോലെ അങ്ങ് ഉടച്ചു കൊടുത്തിട്ട് പിന്നെ ഇതിലൊരു പച്ചമണം ഉണ്ടല്ലോ, റോ ടേസ്റ്റ്, അത് പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. വഴറ്റുന്ന സമയത്ത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലൊന്നും ആക്കരുത് കേട്ടോ, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. ഇത് നന്നായിട്ട് സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ ആദ്യം കുക്കർ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിലേക്ക് 3 മീഡിയം സൈസുള്ള തക്കാളി, 1/2 കപ്പ് ചെറിയുള്ളി, ഒരു ചെറിയ സവാള, ഇനി 5 വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളി വേണമെന്നില്ല, ഓപ്ഷനിലാണ്. 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വേപ്പില, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇപ്പോഴും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കടലമാവ് ഉണ്ടല്ലോ, അതങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ കറിക്കൊന്ന് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പുളിക്ക് ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഓരോരുത്തരെ ഇതിനനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം അതേ ഒരു കപ്പിന് തന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ ഒരു വിസിൽ വന്നിട്ടുണ്ട്, രണ്ടാമത്തെ വിസിലും വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പോൾ ഇത് ചൂടാറിയതിനു ശേഷം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ ലൂസായിട്ടാവും ഉണ്ടാവുക. കുറേ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും കറിക്ക് നല്ല തിക്നെസ് കിട്ടും. ഇതിലേക്ക് ഒന്ന് വറവിട പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വന്നാൽ 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചെറിയുള്ളി ചതച്ചെടുത്താണ് കേട്ടോ. ഇതിങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എളുപ്പത്തിലുള്ള ഒഴിച്ചു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റിന് ശേഷമൊക്കെ തുറന്ന് നോക്കിയാൽ കറിക്ക് കുറച്ച് കട്ടിയൊക്കെ വരും. നമ്മൾ ചില സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിൽ ചോറ് വെച്ചേക്കും, പോയി വന്നിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഭയങ്കര മടിയിരിക്കും പോയി വന്നാൽ. ആ ടൈമിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒഴിച്ച് കറിയാണ്. ഇതിൻ്റെ കൂടെ ഒരു ഓംലെറ്റും പപ്പടും ഉണ്ടെങ്കിൽ ഉഷാറായിട്ട് ചോറിന്. അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.